എന്തേ വിനീഷ്ണ? എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തേ. അതെയോ? ഇപ്പൊ നേരെ ഇല്ലത്തേക്കായിരിക്കുമല്ലോ. അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം അങ്ങോട്ട് പറയണമെന്ന് ധരിച്ചിരിക്കും. പറഞ്ഞോളൂ. സരസുവിന്റെ ആള് ഇപ്പൊ ഒന്നും ആശുപത്രിയിൽ പോയില്ലല്ലോ. അതിന് അല്ല, ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. സരസു എപ്പോഴും ഇവിടെ തന്നെയല്ലേ. കുഞ്ഞേഷിനിപ്പോ എന്താ വേണ്ടേ? ഓഹോ, നീ ഇവിടെ നോവലും വായിച്ചിരിക്കുക? വെറുതെ അടിക്കുന്ന നേരത്തിന് അരി ഒഴുങ്ങും ആട്ടിക്കൂടെ നിനക്ക്? കുതിരത് എങ്ങനെ ആട്ടാനാ? അരി ഇപ്പൊ വെള്ളത്തിലിട്ട് മതി മതി. നീ അപ്പുറത്ത് തന്നെ കുഞ്ഞികൃഷ്ണന്റെ പെട്ടി എടുത്തു വെക്ക്. ആ പാത്രം ഞാനും കൂട്ടിക്കൊണ്ടു വന്നു. മാത്രമല്ല ഇവിടെ നിനക്ക് സഹായത്തിന് ഒരാളാവൂലോ. ബാറ്ററി ഉണ്ടല്ലോ, പിന്നെന്താ കത്താത്തെ? പഴം ടോർച്ചിനകത്ത് പഴം പുഴുങ്ങി. ഇത് കൊള്ളാലോ. ഇത് നല്ല വിദ്യ, പഴം പുഴുങ്ങൽ. വേവ് അങ്ങോട്ട് ശരിയായിട്ടില്ലേ? വേറെ വെച്ച് നോക്കിയാലോ? ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ചേച്ചിയെ പോത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആര്? നിന്റെ ചേച്ചിയുടെ നായരാ? അല്ലെന്നേ, ഞങ്ങളുടെ നാട്ടിലുള്ള കുഞ്ഞേഷ്ണനെ. ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. അതായിരിക്കും ഈ പുതിയ ഏർപ്പാട്. അപ്പൊ ടോർച്ച് ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇപ്പൊ എന്ത് കാണും? ഇപ്പോഴും ശരിയായിട്ടില്ലേ? ഈ തോലെങ്ങനെ കളയ? പഴം തിന്നത് കണ്ടു കാണില്ലേ? ഭാഗ്യം. Mango fruity. നിന്നെ ഞാൻ തീറ്റിച്ച് തരടി. കുറെ നാളെ നീ തുടങ്ങിയിട്ട് നിന്നെ ഞാൻ പഴം പുഴുങ്ങി തീറ്റിയാം. എവിടേക്കാ നീ ചുരിദാറൊക്കെ ഇട്ടിരിക്കണേ? നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ വരണുണ്ടോ? നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറെ നാളായി ഞാൻ സഹിച്ചു കൂട്ടണേ. ലക്ഷ്മി, ഞാൻ പോ. വെറുതെ അല്ലേടി നിനക്കൊക്കെ കുരങ്ങുന്ന് പേരിട്ടത്. എന്തെങ്കിലും കാണിച്ചങ്ങോട്ട് ചാടാൻ പറഞ്ഞാ അങ്ങോട്ട് ചാടും. വിളിച്ചു കൂട്ടുന്ന ഒരു കാര്യമില്ല. നിന്നെ വിടുന്ന പ്രശ്നമില്ല കുരങ്ങിന്റെ മോളെ. ആഹാ, ഈ കുരങ്ങായിരുന്നോ? എന്തേ വലിവിന്റെ കാറ്റ് പോയോ? അതൊന്നും അല്ലെങ്കിൽ വന്നേ. പിന്നെന്താ? വേഗം വാ. വേഗം പോ. ആ കിഴവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നീ പറഞ്ഞു വിട്ടോ, ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. അതല്ലെന്നേ, അയാളുടെ ഒരു അർത്ഥം വെച്ച് നോട്ടും ചിരിയും. അയാളിപ്പോ അവിടെ ഉണ്ട്. കുളിക്കാൻ പോയിരിക്ക, ഇപ്പൊ വരും. ചേട്ടൻ എന്താ ഇവിടെ കാര്യം എന്നോട് എനിക്ക് നോക്കി ചൊറിഞ്ഞു വന്നതാ. അയാളുടെ പോണ്ടെന്ന് വന്നപ്പോ തന്നെ ടോർച്ചിനകത്ത് പഴമ്പുഴങ്ങനെ വിദ്യ കണ്ടു. ഇതെന്താ? ജീവനുള്ള ചാക്കോ? ഇതെന്ത് മായാപുരിയോ? ഞാനും
പോവാ 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 തിരിഞ്ഞു വെക്കോളൂ. ഗുരുവാശാനെ അന്ന് കാണാതായ കുരങ്ങ് പുഴക്കരയ്ക്കടുത്തുള്ള വോട്ട് കമ്പനിയിലുണ്ടെന്ന്. അങ്ങോട്ട് പോ. അതാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ അത് നമ്മുടെ കുരങ്ങല്ല, വേറെ അതൊരു ചാവാലി കുരങ്ങ്. ഇത് പറയാനാ ഓടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതല്ല, നമ്മുടെ സുഗുണഗുരു ആശാന്റെ കുറച്ച് കാശ് വാങ്ങിച്ചോണ്ട് എല്ലാം പറഞ്ഞു. അവനെവിടെ ഉണ്ട്? ചായക്കടയുണ്ടെന്ന് പറയുന്നത് പ്രത്യേകം പറഞ്ഞു. കുരങ്ങനെ കിട്ടാതെ ഇങ്ങോട്ട് വരത്തില്ല എന്ന് ഒരേ വാശി. മാധവൻകുട്ടി വിളിച്ചാവാൻ വരും. എത്ര ദിവസം എന്ന് വെച്ചാ അവിടെ എവിടെ വിളിച്ച് താമസിക്കുന്നത്? അല്ല, അത് ഞാനും പറഞ്ഞു നോക്കിയതാ. തൽക്കാലം കുരങ്ങില്ലെങ്കിലും സുഗുണഗുരു ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. സുഗുണഗുരു ഇല്ലെങ്കിലും കുരങ്ങിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാല്ലേ. കൊരങ്ങന്റെ കയ്യിൽ കുഞ്ഞികൃഷ്ണനെ കിട്ടിയാൽ എന്നൊരു പഴമൊഴി ഉണ്ടേ. അങ്ങനൊരു പഴമൊഴി ഉണ്ടോ? ആ ഉണ്ട്, പക്ഷെ അതിപ്പോഴാ ഒത്തത്. ഈ കൊരങ്ങന്മാർക്ക് തീരെ വിവരമില്ലാന്ന് എനിക്കിപ്പോഴാ ബോധ്യായ. ആന ഭേദോട്ടോ. ഔ, എന്താ ഒരു താഴ്ച, അസല് വെള്ളവും. അസുഖം മാറിയ നേരെ ഇല്ലത്തേക്ക് പോവല്ലേ? പിന്നെ നേരെ കടയിലേക്ക് വരുമല്ലോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ വാടി, ഇതൊരു ഒഴിയാബാധയായല്ലോ ദൈവമേ. ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞേഷിന് ആശുപത്രിയിലായത് കാരണം പാവ സുമതി ചായക്കടയിൽ കഷ്ടപ്പെടുവാവും. അങ്ങനെയല്ല, അങ്ങനെ പാട്. ചേട്ടാ, ഇത് ഏത് രാഗവാ? മോള് പാടിയ രാഗത്തിന്റെ പേര് എരുമരാഗം എന്ന് പറയും. അങ്ങനെയല്ല, അങ്ങനെയല്ല, എന്നെ ശ്രദ്ധിക്കൂ, ഇനി തെറ്റിക്കരുത്. ഇത് അവസാനത്തെയാ. ബഹുമാനം വേണ്ട, ഇരുന്ന് പാടൂ. തനിക്ക് പാട്ട് വെച്ചിട്ട് നടത്താനുള്ള സ്ഥലം അറിയാം. താൻ മിച്ചം തിന്ന് ഇവിടെ കയറി ഇറങ്ങിയത് ഇതിനായിരുന്നല്ലേ? നീ കൂടെ അറിഞ്ഞോണ്ടായിരുന്നു. ഏതായാലും ഇത്രയാ സ്ഥിതിക്ക് ഇനി ഇത് വെച്ച് നിട്ടണ്ട. നീ ആ മാധവൻ കുട്ടി ഇങ്ങോട്ട് വരാൻ പറ. ഇതെങ്ങനെ നടന്നോട്ടെ, ഇല്ലേ ചെലവാ. കാര്യൊക്കെ പിന്നെ. വേണ്ട വേണ്ട, നിന്റെ ഒരു ന്യായവും എനിക്ക് കേൾക്കണ്ട. ആ വലിവും വെച്ച് അയാൾ പറഞ്ഞത് കേട്ടപ്പോ എന്റെ തൊലി പൊള്ളിപ്പോയി. നിന്റെ കല്യാണക്കാര്യം നാട്ടുകാർ പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ ആദ്യം എന്റെ അടുത്തല്ലേ പറയേണ്ടത്? അപ്പൊ സമ്മതിച്ചില്ലെങ്കിലോ? ഇപ്പഴും സമ്മതിച്ചിട്ടൊന്നുമില്ല. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവളെ കെട്ടില്ല. ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. പിന്നെ എന്തിനാ അവളെ മോഹിപ്പിച്ചത്? അപ്പൊ സമ്മതിച്ചോ? ശരി, ഇവന്റെ കാര്യം. ആശാൻ പേടിക്കണ്ട, ആശാന്റെ കഴിഞ്ഞിട്ട് കേട്ടോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങി തരുവേനി. ഓ വന്നേ വന്നേ. ഇതാണ് സാക്ഷാൽ മാധവന്റെ ആലയം, മാധവാലയം. തിരുമേനിയെ പോലെ ആരോരുമില്ലാതെ അലഞ്ഞിരിഞ്ഞ് തിന്നാൻ നടക്കുന്ന പാർട്ടികളെ സംരക്ഷിക്കാൻ നേരിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആളാ. അതുവോ? അങ്ങനെ ആളോ? ചുരുങ്ങിയതൊരു 10 പേരെങ്കിലും ദിവസം സംരക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്തില്ലെങ്കിൽ മാധവന് ഉറക്കം വരില്ല. വന്നേ. അല്ലേ, ഞാൻ ആനേനെ പേടിച്ച് ആശുപത്രി ഇതിലെ വന്നേ. അപ്പൊ ഇതിനെ കൊടുക്കുവോ? ടാക്സിയിലല്ല, വിമാനത്തിലാണെങ്കിൽ പോലും അതിന്റെ കൂലി അവൻ തന്നോളും. ഐശ്വര്യമായിട്ട് വലത് കാലെടുത്ത് വെച്ച് വന്നാട്ടെ. വരൂ. അടുത്തായ നന്നായി. ചായക്കട വരാലോ? ചായക്കട വരണ്ട, ഞാൻ ഇങ്ങോട്ട് ഒന്ന് കണ്ടോളാം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. കേറുക. ചെല്ലപ്പാ, കാശ് മേടിച്ചോണ്ടിരാ. അപ്പൊ സരസുനെ കാണാനോ? സരസുനെ കാണിക്കാൻ തന്നെ. ഇതാണോ ദൈവത്തിന്റെ ആള് താമസിക്കുന്ന ആലയം? ഇതാ കുരങ്ങൻ തട്ടിമറിച്ചിട്ടാവും. പിടിവിട് തിരുമേനി. എന്തൊരു ബലം! അകത്തോട്ട് വന്നേ വന്നേ. മാധവൻകുട്ടി നോക്കി നിൽക്കാതെ അഴിച്ചു കൊടുക്ക് തിരുമേനി. ബോബിയും രാധയും ആ വാസുവിന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട്? പുഴക്കരയുടെ അടുത്തുള്ള റോട്ട് കമ്മിലേക്ക് കൊണ്ടുപോകണമെന്ന് അവര് പറയണം. ഞാൻ കേട്ടു.
പോണ്ടോ, പേടിക്കണ്ട തിരുമേനി, ഞാനില്ലേ. പോണ്ടാന്ന് വിടെ, പോണ്ടാന്ന് വിടെ. ആശാൻ പറഞ്ഞ ഓട്ട് കമ്പനി, പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഒന്നും നല്ല വിളി, ഒരാൾ കേൾക്കും നമുക്ക്. മാധവൻകുട്ടിയെ, അതെ, ഒന്നും കൂടി ഒച്ച കുറച്ചാൽ കെട്ടിടം പൊളിഞ്ഞോണ്ട. മാധവൻകുട്ടിയെ, ഈ വിളി ഓന്റെ അടുത്തെന്ന് വിളിച്ചാൽ ഓൻ കേൾക്കും. വരി മുസ്തഫ, എനിക്ക് ഇപ്പൊ എന്റെ കൂടി പോകാൻ നമുക്ക് ഒന്നിച്ചു പോവാ. നിങ്ങൾ കഴിഞ്ഞ് ഇവിടെ ഇരിക്കും, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. ആര് ചോദിച്ചാലും മുസ്തഫന്റെ ഡാഡിയാന്ന് പറഞ്ഞാൽ മതി. മുസ്തഫന്റെ ഡാഡി, അതെ, മുസ്തഫന്റെ ബാപ്പാന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു കാര്യം ഒന്ന് കൂട്ടിലേക്ക് വലിയ പേടിയാ. ഞാൻ ഒപ്പം വരാം. അല്ല, ഞാൻ സാറിവിടെ ഇരുന്ന് വലിക്കുവാണോ? വലിയവും വിടുന്നില്ല, പന്ന തിരുമേനിയും വിടുന്നില്ല. ആ കുട്ടിയെ കിട്ടി, നീ അവനെ കൊണ്ടേ കാറിലെടുത്ത് ഞാൻ രണ്ടുപേരെ കൂടി അടിച്ചു. സാറേ വലുവും മറ്റോണ്ട് അടിക്കാൻ നിൽക്കണ്ട, ബ്ലേഡ് മേടിച്ച് തന്നാ മതി. എന്തിന്? വടിച്ചു വിട്ടാ എല്ലാവരുടെയും തല അടിച്ചു പൊളിക്കാൻ എളുപ്പമാണ്. ബ്ലേഡും കൊണ്ട് ചെന്നാ മതി, അവന്മാര് നീട്ടി തരും. അയ്യോ തിരുമേനി.